നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനം. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് മന്ത്രിസഭായോഗം ചേർന്നത്. സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കും. പരിക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാവുന്നതാണ്. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും. 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടിവന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. തിരച്ചിലും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുന്നതിനുവേണ്ടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിൽ പൊളിക്കുകയും വയൽ നികത്തുകയും ചെയ്തിട്ടുണ്ട്. അവ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ചെലവാകുന്ന യഥാർത്ഥ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിക്കും. ദുരന്തവുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും DNA മാച്ചിങ്ങിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറപ്പെടുവിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകി. സ്ഫോടനം കാരണം സമീപ വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിച്ച് SDRF-ൽ നിന്നും തുക ലഭ്യമാക്കാൻ ജില്ലാ കളക്ടറെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം നടത്തി. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. കുണ്ടന്നൂർ മുതുകാട്ടിൽ വിജയൻ സുലോചന ദമ്പതികളുടെ മകനായ 40 വയസ്സുള്ള സുവിൻ മുട്ടിക്കലിലെ വർക്ക്ഷോപ്പിലെ പെയിന്റിംഗ് തൊഴിലാളിയാണ്. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള സുവിൻ പൂരക്കാലങ്ങളിൽ വെടിക്കെട്ട് പണിക്കും പോകാറുണ്ട്. 2 ദിവസം മുമ്പാണ് മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ട് ശാലയിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയത്. വിവാഹിതനാണ് സുവിൻ. ഭാര്യ അഞ്ജുവിനോടും മകൻ 8 വയസ്സുകാരൻ നിരഞ്ജൻ കൃഷ്ണയോടും യാത്ര പറഞ്ഞ ഇന്നലെ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. രാത്രി 11 മണിയോടെ സുവിന്റെ ചേതനയറ്റ ശരീരമാണ് വീട്ടിലേക്കെത്തിയത്. വെടിക്കെട്ട് അപകടം അറിഞ്ഞതു മുതൽ സുവിന് ഒന്നും സംഭവിക്കരുതേ എന്ന വീട്ടുകാരും നാട്ടുകാരും പ്രാർത്ഥിച്ചുവെങ്കിലും എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി സുവിൻ യാത്രയായി. രാവിലെ 11 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കാരം നടത്തി. നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പൂരപ്രേമികളും ഉൾപ്പെടെ നിരവധി പേരാണ് സുവിനെ യാത്രയാക്കാനെത്തിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായവരിൽ തൃത്താല സ്വദേശിയും കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് സ്വദേശി
53 വയസ്സുള്ള മാടിപ്പുറത്ത് വാസുദേവനാണ് മരിച്ചത്. സനിത ഭാര്യയും അശ്വിൻ ദേവ്, അനുശ്രീ എന്നിവർ മക്കളുമാണ്. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ രാവിലെ 10:30 നടക്കും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും പൂരം നടത്തിപ്പിൽ തീരുമാനമുണ്ടാകുക. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഒരു മൃതദേഹാവശിഷ്ടം ഇന്നത്തെ തിരച്ചിലിൽ കിട്ടി. പൂരം കഴിയാതെ താൻ തൃശൂരിൽ നിന്നും മടങ്ങുന്നില്ലെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. ദുരന്ത പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്ന് നടക്കും. ചികിത്സയിലായതിനാലാണ് മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്താത്തതെന്ന് അദ്ദേഹം അറിയിച്ചു. ശനിയാഴ്ച മുതൽ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നുവരുന്ന വേലൂർ ഗ്രാമകം നാടകോത്സവം 9ാം പതിപ്പിന് ഇന്ന് തിരശ്ശീല വീഴും. വൈകിട്ട് 6-ന് നടക്കുന്ന സമാപന സമ്മേളനം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമകം ചെയർപേഴ്സൺ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനാകും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യാതിഥിയാകും. ചടങ്ങിൽ 6ാമത് ഗ്രാമകം പുരസ്കാരം പ്രശസ്ത നാടകരചയിതാവ് വാസൻ പുത്തൂരിന് സമർപ്പിക്കും. 11,111 രൂപയും ജയൻ പാത്രമംഗലം നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ഞമനങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. 5 ദിവസങ്ങളിലായിട്ടായിരുന്നു താലപ്പൊലി മഹോത്സവം നടത്തിയത്. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 3-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് മേളത്തിന്റെ അകമ്പടിയോടുകൂടി ആനപ്പൂരവും ഉണ്ടായി. ഗുരുവായൂർ ദേവസ്വം ഗജവീരൻ അതുൽ കൃഷ്ണൻ ദേവിയുടെ തിടമ്പേറ്റി. ചൊവ്വലൂർ മോഹനൻ മേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് കാവടി, പൂരങ്ങളുടെ വരവ്, തിറ, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവ്, കുതിരയെടുക്കൽ, വടക്കൻ വാതിൽ തുറന്ന് പറവെപ്പ്, തായമ്പക എന്നിവയുമുണ്ടായിരുന്നു. നവോദയ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ നടപ്പുരമേളവും ഉണ്ടായി. ബുധനാഴ്ച പുലർച്ചെ താലങ്ങളുടെ അകമ്പടിയോടെയുള്ള പൂരം വരവോടെ ഉത്സവം സമാപിച്ചു. ക്ഷേത്രം ഭാരവാഹികളും വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് ബയോ മെഡിക്കൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പ്രത്യേക വിദഗ്ധ പരിശീലന പരിപാടി നടത്തി. ആശുപത്രി മാലിന്യ സംസ്കരണത്തിന്റെ പ്രായോഗിക ശാസ്ത്രീയ മാർഗങ്ങൾ വിശദീകരിച്ച് ജീവനക്കാരുടെ സംശയ നിവാരണവും നടത്തി. IMA ഇമേജ് പ്രതിനിധിയും പരിശീലകനുമായ റിജു പ്രസാദ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പബ്ലിക് ഹെൽത്ത് നഴ്സ് സുനിത രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃത നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ C ബിഞ്ചു ജേക്കബ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, പാലിയേറ്റീവ്, കമ്മ്യൂണിറ്റി നഴ്സ്, സ്റ്റാഫ് നഴ്സ്, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,235 രൂപ. സ്വർണം പവന് 1,13,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം. കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിനടുത്തു താമസിക്കുന്ന ഓവുങ്ങൽ സ്വദേശി കറുപ്പം വീട്ടിൽ ഉമ്മർ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം മണത്തല ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. റംലത്ത് ഭാര്യയും നിലോഫർ, സുഹൈൽ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കൊങ്ങണൂർ കാളേക്കാട്ട് വീട്ടിൽ ദേവയാനി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉണ്ണി ഭർത്താവാണ്. ബിന്ദു, സിന്ധു, ഇന്ദു, ആനന്ദ് എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര കുറ്റിക്കാട്ട് ജോസ് ഭാര്യ ലൂസി നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ജോയ്സൺ, ജാൻസി, ജിൻസി എന്നിവർ മക്കളാണ്.
കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ പരേതനായ മുള്ളത്തുവളപ്പിൽ ആലിക്കുട്ടിയുടെ മകൻ അബൂബക്കർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം കാഞ്ഞിരത്തിങ്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആസിയയാണ് ഭാര്യ. ആഷിഖ്, അഷ്കർ, ഫെമിന എന്നിവർ മക്കളാണ്. വൈശ്ശേരി കൊള്ളനൂർ കുഞ്ഞപ്പൻ ഭാര്യ തങ്കമണി നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.